The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. തിരുവില്ലാമല സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിച്ച ഭക്ഷ്യധാന്യത്തിൽ പ്രാണികളെന്ന പരാതി. പ്രതിഷേധ സൂചകമായി ധാന്യങ്ങൾ ഔട്ട്ലെറ്റിന് മുന്നിൽ ഉപേക്ഷിച്ച് നാട്ടുകാർ. തിരുവില്ലാമല സ്വദേശിയായ പി.കെ. മണിയാണ് തിരുവില്ലാമല സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ലഭിച്ച ഭക്ഷ്യധാന്യങ്ങളിൽ പുഴുവും പ്രാണിയും കണ്ട വിഷയം സപ്ലൈകോ ജീവനക്കാരെ അറിയിച്ചത്. തങ്ങൾ നിസ്സഹായരാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പി.കെ. മണി പറഞ്ഞു. മാവേലി സ്റ്റോർ എന്ന പേര് മാറ്റി വേറെന്തെങ്കിലും പേരാക്കണമെന്നും പി.കെ. മണി പറഞ്ഞു. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഇത്തരം ഔട്ട്ലെറ്റുകൾ മൂലം സർക്കാർ പൊതുജനങ്ങളെ കളിയാക്കുകയാണെന്നും പി.കെ. മണി പറഞ്ഞു. പ്രതിഷേധ സൂചകമായി തനിക്ക് ലഭിച്ച ധാന്യം ഔട്ട്ലെറ്റിന് മുന്നിൽ വിതറിയാണ് പി.കെ. മണിയും മറ്റു നാട്ടുകാരും പിരിഞ്ഞുപോയത്. സ്ഥാപനത്തിൻ്റെ പേര് മാവേലി സ്റ്റോർ എന്നാണ്. മാവേലി എന്നുള്ളത് മലയാളികൾക്ക് വലിയൊരു അവരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ഒരു വർഷത്തിൽ ഓണം ആഘോഷിക്കുന്ന ആ മാവേലിയുടെ പേരിലുള്ള ആ മാവേലിയെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താതെ ഇതിന് പി സ്റ്റോർ എന്നോ അല്ലെങ്കിൽ പി കെ സ്റ്റോർ എന്നോ ഒക്കെ പേര് മാറ്റേണ്ട കാലഘട്ടമായിരിക്കുന്നു. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിൻ്റെ എല്ലാം പേര് മാറ്റേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. മാവേലിയെ പരിഹസിക്കാതെ അദ്ദേഹത്തെ അവഹേളിക്കാതെ ഈ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റണമെന്നാണ് ഞങ്ങളുടെ എളിയ ഒരു അഭ്യർത്ഥന.